അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, നമ്മൾ റമദാൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ റമദാനിന് ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ റമദാനിൽ നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകളും അതിൻ്റെ പ്രതിഫലങ്ങളും എല്ലാം നമ്മളിവിടെ കേട്ടു. ഇനി നമുക്ക് പലരും ഇപ്പോൾ നമ്മളിതൊരു ഫോക്കസാണല്ലോ, പലതരത്തിലുള്ള ജോലിയിൽ ഏർപ്പെട്ട ആളുകളുണ്ടാവും. ലീവ് കിട്ടുന്നവരും ലീവ് കിട്ടാത്തവരും ഭയങ്കര ബിസി ഷെഡ്യൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. നമ്മളിതിൽ കുറേ ഏരിയകൾ നമ്മൾ നല്ല ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ സമയം വളരെ കുറഞ്ഞ് ചിലവഴിക്കേണ്ട ഒരവസ്ഥ കൊടുക്കേണ്ട നിർബന്ധ കാര്യങ്ങളുണ്ടാവും. അതുപോലെ ഒട്ടും നമ്മൾ അതിലോട്ട് അടുത്തു പോകരുത് എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഒരുക്കം ബോധപൂർവം നടത്താതെ നമ്മൾ റമദാനിൽ ഇതൊരു എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ ഒരു ജസ്റ്റ് പ്ലാനിങ് ചാർട്ടൊക്കെ നമ്മൾ മനസ്സിൽ ഉണ്ടാക്കുക. റമദാൻ നമുക്കറിയാം, സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്ന, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടുന്ന ഖുർആനിൻ്റെ മാസമാണ്. അളവറ്റ പ്രതിഫലം ഓരോ കർമ്മങ്ങൾക്കും ലഭിക്കുന്ന മാസമാണ്. ഇത്തരം ഒരു മാസം 30 ദിവസം എല്ലാ മാസങ്ങളെ പോലെ ഈ മാസത്തിനും സമയം കൂടുതലില്ല. പക്ഷേ നിഷാ സലഫി നമ്മളോട് സൂചിപ്പിച്ചതുപോലെ ഒരു സീസണാണിത്. നമുക്കറിയാം, നമ്മളൊരു സർവീസിന് ഒരു ഭൗതികമായ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റൂലെങ്കിലും ഒരു 100 രൂപ കിട്ടേണ്ടടുത്ത് ഒരു സർവീസിന് നമുക്ക് 10,000 രൂപ കിട്ടുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് ശരിക്ക് ഒരു 10 ആളെ ആ സർവീസ് ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി, ചിലപ്പോൾ ഒരു മാസത്തേക്ക് ഉള്ളതായി, അല്ലെങ്കിൽ ഒരു 2 മാസത്തേക്കുള്ളതായി. അത്രയും ഇബാദത്തിന് ടൈം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ പിന്നാലെ കൂടേണ്ട ഒരു അവസ്ഥ ശരിക്കും റമദാനിലുണ്ട്. അതിന് നമ്മൾ കാര്യമായിട്ട് സമയം കണ്ടെത്തേണ്ടത് തന്നെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നോമ്പാണ് റമദാനിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഇബാദത്ത്. അത് നമ്മൾ നോമ്പിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ച് നമ്മൾ ഇനി വരുന്ന അഹ്ലൻ റമദാൻ പ്രോഗ്രാം, ഇപ്പോൾ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ വിജ്ഞാനം നമ്മൾ ഉണ്ടാക്കണം. നോമ്പിൻ്റെ ഫളായിലുകൾ നമ്മൾ കേൾക്കണം. നോമ്പിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ടും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, അതുപോലെ നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ, അതുപോലെ നോമ്പിൻ്റെ നീയത്ത്, അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിലേ നമ്മുടെ നോമ്പ് എഫക്റ്റീവാക്കാൻ കഴിയുള്ളൂ. കാരണം നോമ്പിന് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടും, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കണം. നമുക്കറിയാം, വെറും ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്ന ഒരു കർമ്മമല്ല നോമ്പ്. നമുക്ക് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും എല്ലാം നമ്മൾ തഖ്വയുള്ളവരാകുക, നമ്മൾ സൂക്ഷ്മത ഉള്ള ആളുകളാവുക എന്നുള്ള ലക്ഷ്യം ആ നോമ്പിനുണ്ട്. അത്തരത്തിൽ തന്നെ നമ്മൾ നോമ്പിനെ എന്ത് ചെയ്യുക, കാണുക. പിന്നെ നോമ്പ് നമ്മൾ ചിലരൊക്കെ കാണാം, നോമ്പ് തുറക്കാനുള്ള ധൃതി കാണിക്കലൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊക്കെ എത്ര പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യില്ല, ഒന്നുകൊണ്ട് ഉറപ്പിച്ചിട്ട് എല്ലാവരും നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് അജ്ഞത ഉണ്ട്. അങ്ങനെയുള്ള അറിവ് കുറവുകൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത്തരം ക്ലാസ്സുകളിൽ നിന്നൊക്കെ നോമ്പിൻ്റെ തുറക്കാനുള്ള സമയമായ ധൃതി കൂട്ടി നോമ്പ് തുറക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ നേരം അതിലിങ്ങനെ ഒരു വസ്വാസം ഉണ്ടാകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിവിലൂടെ അതിനെ മറികടക്കണം. അതുപോലെ നമസ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യമായിട്ട് ഫർള് നമസ്കാരം നമ്മൾ നിർബന്ധമായിട്ടും ജമാഅത്തായി തന്നെ നമസ്കരിക്കുള്ളൂ എന്നുള്ളത് ദൃഢനിശ്ചയം. നമ്മൾ അതൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി ഇപ്പം അത് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ സാധാരണ സംഭവിക്കുന്ന, ഇപ്പം നമ്മുടെ ഒരു ഒഴുക്കിൽപ്പെട്ടതുപോലെ
അത് പിന്നെ അങ്ങനെ സംഭവിച്ചു പോകും. നമ്മൾ ജമാഅത്തിന് മുന്നേയിട്ട് എത്താനും നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കാനും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഞാൻ സുബഹി നമസ്കാരം ജമാഅത്ത് കിട്ടാത്തൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പണ്ഡിതൻ്റെ പ്രസംഗത്തിൽ ഞാനിങ്ങനെ കേട്ടു, നമുക്കൊരു 10,000 രൂപയുടെ കച്ചവടം രാവിലെ 3 മണിക്ക് നമുക്ക് ഇന്ന സ്ഥലത്ത് ചെന്നാലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2:55 അവിടെ എത്തും, ഉറപ്പുള്ള കാര്യമാണ്. അത് ഡെയിലി ഉണ്ടെന്ന് വെച്ചാൽ 10,000 റുപ്യ നമ്മൾ വെറും 10,000 റുപ്യയുടെ കാര്യമാണ്. അപ്പോൾ ഇനി വേണ്ട 1 ലക്ഷം ആയിക്കോട്ടെ, നോമ്പ് എനിക്കുള്ളതാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിൻ്റെ പ്രതിഫലത്തെ പറ്റിയിട്ട് നമുക്ക് നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ നമുക്കത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളവിടെ എത്താത്തത്. നമുക്ക് സുബഹിന് അവിടെ നിർബന്ധമായിട്ട് സുബഹിയുടെ ജമാഅത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ സുബഹി എനിക്ക് നഷ്ടപ്പെട്ട പോലെയാണെന്ന് നമ്മളങ്ങോട്ട് കരുതണം. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് പള്ളിയിൽ അവിടെ എത്തും. ഇത് കേട്ടതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. എനിക്ക് ശരിക്കും ഒരു വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മളവിടെ എത്താത്തത്. അല്ലെങ്കിൽ 10,000 റുപ്യക്ക് നമ്മളവിടെ എത്തുമല്ലോ, ഉറപ്പുള്ള കാര്യമല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് ചോദിക്കണം. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ജമാഅത്ത് തുടങ്ങുന്നതിൻ്റെ മുന്നേ അതിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരവസ്ഥ നമ്മളിലൊക്കെ ഉണ്ടാവണം. അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങളാണ്, റവാത്തിബ് സുന്നത്തുകളായിട്ടും, അതുപോലെ പിന്നെ തറാവിഹ്, പിന്നെ അതുപോലെ പള്ളിയിൽ കയറിക്കഴിഞ്ഞാലുള്ള നമസ്കാരം, വുളു എടുത്തു കഴിഞ്ഞാൽ ളുഹാ നമസ്കാരം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ജോലിക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ്, ഇപ്പം നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സമയം കഴിഞ്ഞാൽ നമുക്ക് ളുഹാ നമസ്കരിക്കാം. വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ അത് നമ്മൾ ബോധപൂർവം അതിന് ശ്രമിക്കാതെ അത് നടന്നു വരില്ല. അതുകൊണ്ട് ളുഹയൊക്കെ ഇനി എന്തായാലും ഞാൻ ആ നമസ്കാരത്തെ ശ്രദ്ധിക്കും തന്നെ. നമ്മൾ ഇത് ഓരോ സാധനങ്ങൾ ഓർമ്മിപ്പിച്ച് പോവുകയാണ് കേട്ടോ. അത് അതിൻ്റെ ഫളായിലൊന്നും പറയല്ല. ഇനി അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? സെർച്ച് ചെയ്യുക. നമ്മൾ ഇന്നതൊക്കെ ചെയ്യാം, നമുക്കൊരു റമദാനിനെ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തറാവീഹ് നമസ്കാരം വളരെ ഫലപ്പെട്ട സുന്നത്താണ്. അപ്പോൾ നമ്മളത് നിർബന്ധമായിട്ടും ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കുമെന്ന് ഉറപ്പിക്കുക. ഏതെങ്കിലും ദൂരസ്ഥലങ്ങളിൽ നമ്മളൊരു പിന്നെ ഇഫ്താറിന് പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ആ തറാവീനെ നമ്മൾ പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ആ തറാവി അങ്ങനെ നഷ്ടപ്പെട്ടു പോകും. അത് തന്നെ സ്ത്രീകളുടെ ഒക്കെ ഒരവസ്ഥയിൽ നമ്മുടെ കുടുംബത്തിന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പള്ളി നമ്മൾ പിന്നെ കാണണം. കാരണം അവർ വീട്ടിൽ നിന്ന് നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുഴുവൻ തറാവീഹ് അവിടെ ചിലപ്പോൾ പ്രാവർത്തികമാകാതെ പോകും. പിന്നെ മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ തറാവീഹ് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു ഹദീസ് പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈജ്ഞാനികമായിട്ടുള്ളൊരു ചെറിയൊരു സെഷനൊക്കെ ഉണ്ടാവാറുണ്ടാവും. നമുക്കൊക്കെ ഇഷ്ടംപോലെ ഖുതുബകൾ പലപ്പോഴും കിട്ടുന്നതുകൊണ്ട് പലപ്പോഴും നമുക്കത് വലിയൊരു സംഗതിയായിട്ട് തോന്നില്ല. റമദാനിലൊക്കെ നമുക്കത് സ്ത്രീകൾക്കും കൂടെ ലഭിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് പോയി, കുട്ടികൾക്ക് ഇപ്പോഴൊക്കെ നല്ല സൗകര്യമുള്ള പള്ളികളാണ്, അതിനൊരു പ്രയാസം ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ കാര്യത്തിൽ എന്ത് ചെയ്യുക? നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുക, തറാവീഹ് നഷ്ടപ്പെടുത്താതിരിക്കുക. അതുപോലെ ഖുർആൻ പാരായണത്തിന് ഓരോ ആളുകൾക്കും ഓരോ ജോലി സംബന്ധമായിട്ട് പല സമയങ്ങളായിരിക്കും സൗകര്യം. പൊതുവെ കോമണായിട്ട് നമ്മൾ ഒരു ഖതമെങ്കിലും തീർക്കാൻ നമ്മൾ തയ്യാറാവണം എന്ന് എപ്പോഴും റമദാനിൽ എല്ലാവരും ഓർമ്മിപ്പിക്കാറുണ്ട്. അതിനുള്ളൊരു ട്രിക്കും എല്ലാവരും പറയാറുണ്ട്. ഓരോ 5 പിന്നെ വഖ്ത് നമസ്കാരത്തിൻ്റെ മുന്നേയും ശേഷവും 2 പേജ് വെച്ച് ഓതുക. 5 വഖ്തിന് സുബഹിന് മുന്നേ 2, സുബഹിക്ക് ശേഷം 2, അങ്ങനെ മുമ്പ് 4 പേജ് തീർന്നിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഒരു 20 പേജ് തീരുമ്പോൾ ഒരു ജുസ് തീരും. 30 ദിവസം ആകുമ്പോഴത്തേക്കും 30 ജുസ്. ഇതന്നെ ഒരു 20 പേജ് ഡെയിലി എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ ളുഹർക്കൊന്നും നമുക്ക് വലിയ സൗകര്യമുള്ള ആളുകളായിരിക്കില്ല. നമുക്ക് ഡ്യൂട്ടിയൊക്കെ ഭയങ്കര ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ സുബഹിന് കുറച്ച് സമയം കൂടുതലെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ മഗ്‌രിബിന് ശേഷം ഒക്കെ ആയിട്ട് അത് ഒരു 20 പേജ് ഒരു ജുസ് ഒരു ദിവസം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുക ഇൻഷാ അല്ലാഹ്.
അതുപോലെ സ്വതക്കയുടെ കാര്യത്തിൽ നമ്മൾ ഒരു ശ്രദ്ധ ഉണ്ടാവണം. കാരണം സ്വതക്കയുടെ ഒരവസ്ഥ റമദാനിൽ ഏത് പിന്നെ കർമ്മങ്ങൾക്കും അളവറ്റ പ്രതിഫലമാണ് കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ പലരും സക്കാത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കലും സക്കാത്ത് സെല്ലിലേക്ക് ക്യാഷ് കളക്ട് ചെയ്യലൊക്കെ പൊതുവെ റമദാനാവുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റമദാനിനത് കൊടുത്തൊരു പ്രതിഫലം ലഭിക്കുക എന്നുള്ളതാണ്. ഞാനിതിങ്ങനെ ആർക്കെങ്കിലും ഒരു ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കണമെങ്കിലേ നമുക്കത് മറന്നു പോയിരിക്കാൻ ഓരോ സാധനങ്ങളും ചിലപ്പോൾ ഇങ്ങനെ വിട്ടുപോരുന്നുള്ളതുകൊണ്ട് സ്വതക്ക നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് വെക്കണം. നമ്മുടെ സക്കാത്തിൻ്റെ കാൽക്കുലേഷൻ ഇത്രയാണ് വരിക. ബാക്കി നമ്മൾ ഇപ്പോൾ രോഗികളുടെ കാര്യങ്ങൾക്കും അതുപോലെ മദ്രസ, പള്ളി, മറ്റു വൈജ്ഞാനിക കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ. ഇപ്പോൾ മദ്രസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ എത്ര കാലം കുട്ടികൾ ഇൽമു പഠിക്കണോ അത് നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ വന്നെത്തും. നമ്മൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഖബറിലേക്ക് എടുക്കുക. കാരണം ഈ പള്ളിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാവുന്നതിൻ്റെ കാര്യം എന്താ, അവിടെ കിട്ടുന്ന ഓരോ സുജൂദും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ലാഭം കിട്ടുന്ന ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ക്രൂക്കഡ് മൈൻഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇബാദത്തിനെ നമ്മൾ കാണണം. നമ്മുടെ നാട്ടിലെ രോഗികളുടെ കാര്യങ്ങളിൽ അതുപോലെ മിസ്കീനും ഫക്കീറൊക്കെ അറിയാം അല്ലേ. നമ്മൾ പാവപ്പെട്ട ആളുകളെ തെരഞ്ഞുപിടിച്ച് ഇപ്പോൾ നമ്മുടെ സക്കാത്ത് സെല്ലിലൊക്കെ നല്ല പ്രവർത്തനങ്ങൾ തന്നെ നടക്കും. യുവാക്കളൊക്കെ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി കൊണ്ടുപോയി കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മുടെ സക്കാത്ത് സെല്ലിൻ്റെ ഒക്കെ അവസ്ഥ. അതുപോലെ ട്രീറ്റ് പോലുള്ള പദ്ധതികളുണ്ട്. കറക്റ്റ് ട്രീറ്റിനൊക്കെ ഓരോ ഫാമിലിനും ഒരു 2000 രൂപ ഒരു ഫാമിലിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫാമിലികളെയാണ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണത്, അവരുടെ അഭിമാനത്തിന് കോട്ടം പറ്റാത്ത രീതിയിൽ അവർക്ക് എല്ലാ മാസവും ഈ കാര്യങ്ങൾ അവരുടെ ജീവിത ചെലവുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ് പദ്ധതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വതക്ക വർദ്ധിപ്പിക്കാനും നമ്മുടെ ഒരു സ്വതക്ക ഇനത്തിൽ എത്ര രൂപ വരും എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി പ്ലാൻ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അതുപോലെ ഇസ്ലാമിക വിജ്ഞാനം നമുക്ക് അറിയാം, എവിടെ ഇരുന്നാലും ഇന്ന് ഇസ്ലാമിക വിജ്ഞാനം നമുക്ക് ഒരു വളരെ എളുപ്പം കിട്ടുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പീസ് റേഡിയോ എന്നൊരൊറ്റ സംരംഭത്തെ പറ്റി മാത്രം പറഞ്ഞാൽ മതി, 24/7 അതിൽ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് വേറെ എങ്ങോട്ടും പോകണ്ട. ഇപ്പോൾ എനിക്ക് നമ്മളിപ്പോൾ 500 എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? 500 ഒരു കോഴ്സാണ്. നമ്മൾ പീസ് റേഡിയോ എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയാം അല്ലേ. പീസ് റേഡിയോയിൽ ഏറ്റവും താഴെ കോഴ്സസ് കാണും. 500 ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ എനിക്കിപ്പോൾ അടുത്തൊരു ഇഷ്ടപ്പെട്ടൊരു സംഗതി വന്നുകൊണ്ട് ഞാൻ പറയാം, കോഴ്സിൽ 500 രജിസ്റ്റർ ചെയ്യുക. അതിൽ ഒരു 20 മിനിറ്റൊക്കെയാണ് ഒരു ക്ലാസ് വരിക. അതിൽ നമ്മൾ തീരെ കേൾക്കാത്ത പലതും, അതായത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 2 ആഴ്ച മുന്നേ 20ാമത്തെ കോഴ്സായിട്ടാണ് വന്നത്. ഞാനത് പിന്നീട് എടുത്തു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണത്തിൻ്റെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കഴിച്ചിരുന്നു, ജീവിതത്തിൽ എന്തൊക്കെ കഴിച്ചിട്ടുണ്ട്, എങ്ങനെയിരുന്നു ജീവിതത്തിൽ എത്ര തവണ ഭക്ഷണത്തിന് പ്രയാസപ്പെട്ടിട്ടുണ്ട്, ഒരു 3 ദിവസത്തിൽ കൂടുതൽ ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു തവണയ്ക്കാണ് വയറ് നിറച്ചെന്ന് ഒരു വൃത്തിയായിട്ടൊരു ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്നുള്ള ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീലുകൾ കാണാം, ഇന്നതൊക്കെ സുന്നത്താണ്, ഇതൊക്കെ സത്യമാണോ ഇല്ലേ എന്നുള്ളതൊക്കെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പറഞ്ഞു തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടെ നമുക്ക് വിശ്വാസ്യത ഉള്ള ഒരു സംഗതിയാണ്. അവിടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് QHLSകൾ ഈ റമദാനിലും ഉണ്ടാവും. അതുപോലെ റമദാനിലെ വിജ്ഞാനവേദികൾ ഉണ്ടാവും. ജമീൽ ആപ്പിൽ
നമ്മുടെ ഈ പരസ്യങ്ങൾ കടന്നു വരാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ഏത് വിഷയത്തെ പറ്റിയിട്ടും സെർച്ച് ചെയ്യാം. ജമീൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആപ്പുണ്ട്. ആ ആപ്പിൽ ലേഖനങ്ങളുണ്ട്, അതുപോലെ ഓഡിയോ പ്രസംഗങ്ങളുണ്ട്, വീഡിയോകളുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള രീതിയിൽ അതിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ CREകളൊക്കെ സംഘടിപ്പിക്കും. റയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റമദാനിന് മാത്രം കുട്ടികളുടെ ഒരു ഇഫ്താർ മീറ്റും പ്രോഗ്രാംസൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും സംഘടിപ്പിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവണം. നമ്മുടെ വൈജ്ഞാനികമായിട്ടുള്ള ഇത്തരം സദസ്സുകളിൽ നമ്മൾ ഉണ്ടാവണം. നമ്മൾ അടുത്തൊരു ഫോക്കസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, വെയിറ്റ് ചെയ്യരുത്. നമ്മുടെ ഞായറുകളിലൊക്കെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ പള്ളിയിലൊക്കെ ഉണ്ടാവും അല്ലേ, എല്ലാ ഞായറാഴ്ചകളിലൊക്കെ പിന്നെ വിജ്ഞാനവേദികൾ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അത് പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ആ പിന്നെ ക്ലാസ്സുകളെ പറ്റി അന്വേഷിക്കണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ദിക്റാണ്. നമുക്കൊരു സമയം വേസ്റ്റ് ചെയ്യാനില്ല. ഒരു സിമ്പിൾ ടൈം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സമയം പേ ചെയ്യപ്പെടുകയാണ്. നമ്മൾ ആ 100 രൂപ കിട്ടേണ്ട അടുത്ത് ഒരു 10,000 രൂപ പെട്ടെന്ന് കിട്ടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞൊരു സമയത്തിൽ കൂടെ നമ്മൾ കടന്നു പോകണം. അപ്പം നമ്മൾ വെറുതെ കിടന്നുറങ്ങുമോ? ഇല്ലല്ലോ. നമുക്ക് അതിനൊരു സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു പണി നമ്മൾ ചെയ്യാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. നമുക്ക് അത്രയും ഈൽഡ് കിട്ടുന്ന ഒരു സീസണാണ്. അതുകൊണ്ട് എപ്പോഴും ദിക്റിലായിരിക്കുക. നമുക്ക് അറിയുന്ന ദിക്റുകൾ, പുതിയ ദിക്റുകൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്തരത്തിൽ പ്രാർത്ഥനകളും ദിക്റുകളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ എഴുത്തിക്കാഫിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം തിരക്കുള്ള ജോലിക്കാരോട് തന്നെ ഞാൻ എപ്പോഴും പറയുക, നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ലീവ് എടുക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഒരു വിനോദത്തിനൊക്കെ നമ്മൾ പലപ്പോഴും ലീവ് എടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു കല്യാണം വന്നാൽ അല്ലെങ്കിൽ കുട്ടികളായിട്ട് ടൂർ പോകാനൊക്കെ ലീവ് എടുക്കും. റമദാനിലൊരു ലീവ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവസാനത്തെ 10 ചില ദിവസങ്ങളെ സെലക്ട് ചെയ്ത്, കാരണം നമ്മൾ രാത്രിയിൽ കുറച്ച് കൂടുതൽ സമയം പള്ളിയിലായി കഴിഞ്ഞുകൂടാനും അതുപോലെ അതിൻ്റെ ഒരു പിന്നെ സംവിധാനം, ഇനി രാത്രിയിലുള്ള ഇത്തിക്കാഫിന് വലിയ പ്രയാസം ഉണ്ടാവില്ല. രാവിലെ നമുക്ക് ജോലിക്ക് പോകുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇത്തിക്കാഫ് ഇത്തവണ ഞാൻ എന്തായാലും ഇപ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ നല്ല സൗകര്യമാണ്, നമുക്കങ്ങനെ ഒരു പ്രയാസം കൂടി അനുഭവപ്പെടില്ല എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും നമ്മുടെ എല്ലാ പള്ളികളും ശരിക്കും AC അയക്കണേ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് ഇത്തിക്കാഫിന് നമ്മൾ ഒരു പ്രാധാന്യം നൽകി നമ്മൾ കുടുംബത്തോടു കൂടി ഇത്തിക്കാഫിന് സമയം കണ്ടെത്തണം. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമസ്കാരങ്ങളും ദിക്റുകളിലൊക്കെ ആയിട്ട് കഴിയുക. അതുപോലെ ഇഫ്താറിൻ്റെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇഫ്താർ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എപ്പോഴും ഇഫ്താറിനെ നമ്മളിങ്ങനെ ഒന്ന് അവഗണിക്കുന്ന പോലെ പറയുന്നതിൻ്റെ കാര്യം വലിയ 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 പരിപാടികളായിട്ട് നമ്മുടെ തറാവീനൊക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഇഫ്താറുകളെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ പിന്നെ വലുതാക്കരുത്, പ്രയാസപ്പെടുത്തരുത്, മറ്റുള്ള ആളുകളുടെ ഇതൊക്കെ കൊളാക്കരുത് എന്നുള്ള മട്ടിൽ പറയണത്. ഇഫ്താർ വളരെ വേണ്ടപ്പെട്ടതാണ്. കാരണം ഒരാളെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഒരു ആളുടെ നോമ്പിൻ്റെ പ്രതിഫലം കൂടി കിട്ടുകയാണ്, ചെറിയ കാര്യമല്ല. ഒരാളുടെ നോമ്പിൻ്റെ പ്രതിഫലം, നമ്മളൊരു നോമ്പ് എടുക്കുന്നത്, ഒരാൾ നോമ്പ് ഉറപ്പിച്ചാൽ ആ നോമ്പും കൂടി പ്രതിഫലം കൂടി കിട്ടുകയല്ലേ. അത് ഞാൻ ഒരു പിന്നെ വൈഫ് ഹൗസിലൊരു പ്രാവശ്യം ഞാനത് ഇങ്ങനെ കുറേ വയസ്സായ ആളുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ ജസ്റ്റ് ഒരു കാര്യം പറയാം. വൈഫ് ഹൗസിലൊരു പ്രാവശ്യം 2 പിന്നെ ഈത്തപ്പഴത്തിൻ്റെ പൊതി കണ്ടു. എല്ലാ വർഷവും അവിടെ ഒരു വീട്ടിൽ നിന്ന് ഒരു കിലോ ഈത്തപ്പഴം എല്ലാ വീട്ടിലും കൊണ്ടുകൊടുക്കും. അയാളുടെ ഒരു ട്രിക്കൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും ഈ ഈത്തപ്പഴം വെച്ചിട്ട് ഒന്ന് നോമ്പ് തുറന്ന് കിട്ടി കഴിഞ്ഞാൽ അയാളുടെ എത്രയോ വീടുകളിൽ അയാൾ കൊടുക്കുക, കുറേ പ്രതിഫലം കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു വല്യമ്മ ഇത് എന്തിനാ തരുന്നതെന്ന് നമുക്കറിയാം. ഒരു നല്ല ഇൽമുണ്ട്, അതിന് നല്ല ഇതിനെപ്പറ്റി അറിവുണ്ട്. ഇത് ഞാൻ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ മൂപ്പരിക്ക് അതിൻ്റെ കൂലി. അപ്പോൾ ഞാൻ നോമ്പ് തുറന്നിട്ട് ആ കൂലിഞ്ഞ് അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ വേണ്ട, നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളിയും പറഞ്ഞത്. അത് ഞാൻ തമാശയായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അള്ളാൻ്റെ ഖജനാവിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വിചാരിക്കണ പോലെ പരിപാടിയല്ല ഇത്. ഇവിടുന്ന് എടുത്തിട്ടല്ല അങ്ങോട്ട് കൊടുക്കണത് അല്ലേ. നമ്മൾ അത് വെച്ച് നോമ്പ് തുറക്കണം. നമ്മുടെ കൂലി മാത്രമല്ല, അയാൾക്ക് കൂലി ഇട്ടട്ടെ അല്ലേ. നമ്മൾ അസൂയുള്ള ആളുകളാവരുത് അല്ലേ. നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യത്തെ നമ്മുടെ സഹോദരൻ ഉണ്ടാകുന്നത് വരെ, അത് ആഗ്രഹിക്കുന്നത് വരെ നമ്മളൊരു പൂർണ്ണ മുഅ്മിനാവൂല എന്നാ. ഒരു അണുമണി തൂക്കം നമുക്ക് അസൂയ ഉണ്ടാകാൻ പാടില്ല എന്നല്ലേ. അത് ഞാൻ അങ്ങനെയുള്ളൊരു വസ്വാസമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി വെറുതെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ.
അതോ ഇഫ്താറിനൊക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിൽ നമ്മൾ സമയം കളയരുത്. പുതിയ പുതിയ പിന്നെ ഭക്ഷണപാനീയങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും ഇതിലൊക്കെ സെർച്ച് ചെയ്ത് സമയം കളഞ്ഞ് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. അതുപോലെ ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 നമ്മൾ ഭയങ്കര ജാഗ്രതയിൽ തന്നെ ഉണ്ടാവണം. നമ്മൾ പിന്നെ ഇത്തിക്കാഫിൻ്റെ കാര്യം തന്നെയാണ് അതിൽ നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, പിന്നെ പറയാനുള്ളത്. അതുപോലെ പെരുന്നാളിന് പിന്നെ ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് ലാസ്റ്റത്തെ, കാരണം പെരുന്നാളിപ്പോൾ അവസാനത്തേക്ക് വരുമ്പോൾ ഏതായാലും ലാസ്റ്റത്തെ 10 ദിവസമാണ് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഓർമ്മ ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ലൈലത്തുൽ ഖദറിനെ പിന്നെ പ്രതീക്ഷിക്കുക എന്നുള്ളൊരു കാര്യം, പിന്നെ അതിനുവേണ്ടി പണിയെടുക്കുക. അതുപോലെ റമദാനിൽ നമ്മൾ സമയം തീരെ കുറച്ച് ചിലവഴിക്കേണ്ട സമയമാണ് ഈ ഉറക്കം. നമ്മൾ പറയുമ്പോൾ എന്തിനീ ഉറക്കത്തിനെങ്ങനെ, നമുക്ക് ക്ഷീണം മാറാനുള്ള ഉറക്കം വേണമല്ലോ. നമ്മൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ രാവിലെ സുബഹിക്ക് ശേഷം ഉറങ്ങൽ പാടെ നമ്മൾ എന്ത് ചെയ്യണം, റമദാനിൽ ശരിക്കും ഒഴിവാക്കണം. അത് ഭയങ്കര ഒരു പ്രശ്നമാണത്. അതുപോലെ നമ്മൾ ഈ അസറിന് ശേഷം ഉറങ്ങുക, അങ്ങനെയുള്ള ഉറക്കങ്ങളൊക്കെ നല്ലോണം കട്ട് ഷോട്ട് ചെയ്യുക. അതുപോലെ പിന്നെ ഒരു ക്ഷീണം മാറാനുള്ള ഉറക്കം നമ്മൾ രാത്രിയിലെടുത്ത് ഇന്നത്തെ ഇഷ്ടം പോലെ സമയം, ഒരു മാസം നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഒരു സീസണാണ്, ആ സമയത്ത് കിട്ടുന്ന പ്രതിഫലം നമുക്ക് വേറെ ഒരു സമയത്ത് കിട്ടൂല ഇൻഷാ അല്ലാഹ്. ഇതിപ്പോൾ എന്താ ഗതി എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഈ സെഷൻ എടുത്തിട്ട് ഞാൻ കുടുങ്ങി, ടെൻഷൻ ചില്ലറ. ഞാൻ നല്ലത് ഇതിങ്ങനെ വായിച്ചപ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഇത് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ചെയ്യണമല്ലോ അല്ലേ, നമ്മൾ ചെറിയ കാര്യമല്ല. നമ്മളിത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പ്രാവർത്തികമാക്കാൻ നോക്കണം. പിന്നെ എനിക്കിത് എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയാം ഈ സദസ്സിൽ കുറേ പേരിത് പ്രാവർത്തികമാക്കും, അതിൻ്റെ പ്രതിഫലം കിട്ടും എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ക്ലാസ് എടുക്കുന്നത് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇഫ്താർ സൽക്കാരങ്ങളിലൊക്കെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ കുറേ അതിനു വേണ്ടി ഓടിയിട്ടും അങ്ങനെ സമയം കളയുക. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളോടൊരു കുറച്ച് ആളുകൾ വിളിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ 4 ദിവസം കിടന്ന് ഓടുക. അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം സിമ്പിളാക്കുക. അതുപോലെ പിന്നെ ഇതിൽ പറയാനുള്ളത് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാമിൽ നോമ്പ് വിഭവങ്ങൾ തേടി ഇങ്ങനെ കുറേ നേരം അതിൻ്റെ മുകളിൽ റീൽസ് കണ്ട് നമ്മളൊരു ഫുഡ് ഉണ്ടാക്കാൻ പോയാൽ ഫുഡുമ്മലല്ല നിൽക്കുക, അത് ഭയങ്കര ഷർറായി മാറും. നമ്മൾ അതിന് നല്ല കൺട്രോൾ വരുത്താനുള്ള ശ്രദ്ധ ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കലൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്കുള്ള യാത്ര. നമ്മൾ റമദാനിന് ഒരുപാട് യാത്ര, ടൂറ് പോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്ലാൻ ചെയ്യൂല. പക്ഷെ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പിന്നെ ഇഫ്താറിൻ്റെ കുറേ ദൂരമുള്ള ഇഫ്താറുകളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ളതും നമ്മൾ കുറേ എണ്ണം അതുപോലുള്ള അത്യാവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. അതുപോലെ റമദാനിൽ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു, അതിൽ ആ ആരാധനകളിൽ നല്ല ഇഖ്ലാസ് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. നമ്മൾ പിന്നെ തഖ്വയുള്ളവരാവുക. നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അത് അള്ളാഹ്ക്ക് വേണ്ടി. നമ്മൾ ഇവിടെ എനിക്ക് ഈ സ്റ്റേജിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഏറ്റവും ടെൻഷനുള്ള ഒരു കാര്യം അതാണ്. ഒരു റിയാദ് വരാതെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ബാക്കിയുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ആ സാധനമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരും. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ നമ്മളെ ആ ശൈത്താൻ്റെ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പോരണം. നമ്മൾ ഇഖ്ലാസ് നന്നായിട്ട് ഉണ്ടാക്കുക. സുന്നത്ത് നിസ്കാരങ്ങൾ ഇങ്ങനെ വെറുതെ നിസ്കരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ഞാനിങ്ങനെ പറയും, പിന്നെ റുക്കുവും സുജൂദൊക്കെ കുറച്ച് സമയം അധികരിപ്പിച്ച് എന്ത് ചെയ്യുക, കൂടുതൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നെ സുജൂദിലും റുക്കുവിലൊക്കെ ഇട്ട് എന്ത് ചെയ്യുക, കുറച്ച് സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ കൂടുതൽ നേരം പറയുക. പ്രാർത്ഥന കേൾക്കുന്ന സമയങ്ങളാണ് അതൊക്കെ ഇൻഷാ അല്ലാഹ്. അതുപോലെ ജോലിയുടെ സമയക്രമീകരണം ഞാൻ ഈ പറഞ്ഞ പോലെ പറ്റുമെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവസാനത്തെ 10 ലീവിനൊക്കെ നമ്മൾ ഇപ്പം തന്നെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ചിന്തയിൽ നമ്മുടെ മനസ്സിൽ വരുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കുന്ന കുറേ പാപങ്ങളുണ്ടാവും നമ്മുടെ അടുത്ത്. നമ്മളിങ്ങനെ ആലോചിച്ചാൽ നമുക്ക് കിട്ടും, നമുക്കതിന് തീരെ പിന്മാറാൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മുടെ മനസ്സാക്ഷിയോട് ഇങ്ങനെ ചോദിച്ചാൽ കുറേ പാപങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ഒന്നെങ്കിലും വരും, ഒറ്റ തിന്മ മതി നമ്മളെ
മറ്റേ നരകത്തിലോട്ട് ഡ്രൈവ് ചെയ്യാൻ. അതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെയുള്ള പാപങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് നോമ്പിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. കാര്യമായിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചിന്ത ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, അത്തരം പാപങ്ങളെ നമ്മൾ കണ്ടുപിടിക്കുക. നമ്മൾ ചിലപ്പോൾ ഒരു റീൽസ് കാണൽ നിർത്താൻ പറ്റാത്തതായിരിക്കും നമ്മുടെ പ്രശ്നം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ റമദാനിന് ആ ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. റമദാൻ്റെ ഒരു മാസത്തെ ശീലം മതി നമുക്കത് മുഴുവനായിട്ടും ഒഴിവാക്കിയെടുക്കാൻ. ഇൻഷാ അല്ലാഹ് റമദാൻ കിട്ടിയിട്ടും ഒരു നരകമോചനം കിട്ടാത്ത ആളെ പറ്റിയിട്ട് പറഞ്ഞില്ലേ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. അങ്ങനെയുള്ള ആളുകളിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. ആമീൻ.